ഇട്ട ക്ലിപ്പ് ഞാൻ കേട്ടു. അത് എന്താണെങ്കിലും ഈ പാരമ്പര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നാനൊരു പ്രചോദനമായി. അത് നമ്മുടെ പൊതു നന്മയാണ് ആദ്യത്തെ കാര്യം. വ്യക്തിപരമായ സുഖപ്പെടൽ പിന്നാലെ വരും. ഇതാണ് ആദ്യത്തെ പാരമ്പര്യം. പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ നമുക്കൊരു കുണ്ഠിതം തോന്നും. കാരണം ഞാൻ രക്ഷപ്പെടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. പിന്നെയല്ലേ ഈ പൊതു നന്മ. അപ്പോൾ ഗ്രൂപ്പ് നിലനിന്നാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന സത്യം സ്വാർത്ഥത കൊണ്ട് കാണാൻ കഴിയാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയത്. ഇപ്പം ലോകത്തിൽ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പട്ടാളക്കാരാണെങ്കിൽ വളരെ അടുക്കും ചിട്ടയായിട്ട് ജീവിക്കുന്ന, വളരെ ഡിസിപ്ലിനുള്ള ഒരു രീതിയിൽ ജീവിക്കുന്നൊരു സമൂഹമാണ്. 10 സൈനികരെ നിയന്ത്രിക്കാൻ ഒരു ബ്രിഗേഡിയറെ നിയന്ത്രിക്കാൻ കമാൻഡർ, പിന്നെ ഇവരെ എല്ലാം നിയന്ത്രിക്കാൻ സർവ്വസൈന്യാധിപൻ, അതിൻ്റെ മുകളിൽ സ്റ്റേറ്റ്. ഇതൊക്കെ ഒരു നിർദ്ദേശം പോലും ഇല്ലാതെ, നിയന്ത്രിക്കാൻ ഒരാളും ഇല്ലാതുകൊണ്ട്, ഒരു നേതാവൊന്നും ഇല്ലാതുകൊണ്ട് എങ്ങനെയാണ് AI നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഭയങ്കര സംശയം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്യപാനാസക്തി എന്ന് പറയുന്നത് ഒരു രോഗമാണ്. അത് മാറാത്ത രോഗമാണ്. ഇത് സ്വന്തം കഴിവുകൊണ്ട് കുടിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരുമിച്ച് ഇരിക്കണമെന്നുള്ളൊരു തോന്നൽ നിന്നാണ് ഐക്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുന്നത്. ഹലോ. ഈ ഐക്യമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ അഭിപ്രായമുള്ളവർ, ഒരേ ആഗ്രഹങ്ങളുള്ളവർ, ഒരേ മനോഭാവങ്ങളുള്ളവർ, ഇങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നതിന് ഐക്യമൊന്നും വേണ്ട. അതല്ല നമ്മൾ ഐക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐക്യം എന്ന് പറയുന്നത് വ്യത്യസ്ത മനോഭാവങ്ങളുള്ളവർ, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരെ